Good morning, dear students. Today we are going through our second chapter. Okay, chapter 2, collection of data. Okay, our first chapter is introduction chapter relating to statistics. Basic terms are discussed there. So here we are discussed collection of data. Data is collection of facts and measurement. Okay, data is a collection of facts and measurement. Simply data എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ഫാക്ട്സ് ഒക്കെ കളക്ട് ചെയ്യുക അത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ടൂൾ വിച്ച് ഹെൽപ്പ് ഇൻ റീച്ചിങ് എ സൗണ്ട് കൺക്ലൂഷൻ. ഓക്കെ, റീച്ചിങ് എ സൗണ്ട് കൺക്ലൂഷൻ ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ for statistical investigation, collection of data is the first and foremost. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഓക്കെ, സോ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് ഫാക്ട്സ് രൂപത്തിലായിരിക്കും, അത് അപ്രോപ്രിയേറ്റ് മാനറിൽ മെഷർ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ ബേസിസ് ഓഫ് അവർ ഡാറ്റ ഇൻവെസ്റ്റിഗേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ബേസാണ് എന്ത്? ഡാറ്റ കളക്ഷൻ. ദെൻ മെയിൻലി സോഴ്സസ് ഓഫ് ഡാറ്റ. ദർ ആർ ടു സോഴ്സസ് ഓഫ് ഡാറ്റ. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി സോഴ്സ്. ഓക്കെ, മെയിൻലി ഡാറ്റ കളക്ട് ചെയ്യാൻ രണ്ട് സോഴ്സസാണ്, പ്രൈമറി സോഴ്സസും സെക്കൻഡറി സോഴ്സസും. സെക്കൻഡറി സോഴ്സസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു പബ്ലിഷ്ഡ് സോഴ്സസ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. ഓക്കെ, ഡാറ്റ കളക്ഷൻ രണ്ട് രീതിയിലാക്കാം, പ്രൈമറി ഡാറ്റ ആക്കാം, സെക്കൻഡറി ഡാറ്റ ആക്കാം. ഓക്കെ, സെക്കൻഡറി ഡാറ്റ അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു പബ്ലിഷ്ഡ് സോഴ്സസ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. Then what is the primary data? Primary data is simply known as first-hand information. Okay, first-hand information ആണ്. So here data originally collected in the process of investigation are known as primary data. So first time ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? പ്രൈമറി ഡാറ്റ. ഒറിജിനലി കളക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? പ്രൈമറി ഡാറ്റ. ദിസ് ഈസ് ഒറിജിനൽ ഫോം ഓഫ് ഡാറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇതൊരു ഒറിജിനൽ ഫോം ഓഫ് ഡാറ്റയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? പ്രൈമറി ഡാറ്റ. ഇറ്റ് ഈസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ഇറ്റ് സോഴ്സ് ഓഫ് ഒറിജിൻ. എവിടെ നിന്നാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ആ സോഴ്സിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്രൈമറി ഡാറ്റ. സപ്പോസ് വി നീഡ് ആൻ ഇൻ്റർവ്യൂ റിലേറ്റിംഗ് ടു എ പേഴ്സൺ. ഇപ്പോൾ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് റിലേറ്റ് ചെയ്യുന്ന പേഴ്സണുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഓക്കെ, നമ്മൾ ഡയറക്റ്റായിട്ടൊരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്? നേരിട്ട് പോയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. സോ ഡയറക്റ്റ് ഇൻ്റർവ്യൂ പോയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്തിട്ട് ആൻസർ വിൽ ബി പ്രൊവൈഡഡ് ബൈ ദം. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. ഓക്കെ, സോ ഇറ്റ്സ് എ ഒറിജിനൽ ഫോം ഓഫ് ഡാറ്റ കളക്റ്റഡ് ഫ്രം ദ പേഴ്സൺ ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ ആ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ടൈമായിട്ട് കളക്ട് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് ഒരു ഫ്രഷ് ഹാൻഡ്, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ, ഒരു ഫ്രഷ് ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഡാറ്റ. ഗോട്ട് ഇറ്റ്? പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ടിട്ട് പോയിട്ട് കളക്ട് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ് എന്ത്? പ്രൈമറി ഡാറ്റ. ദെൻ മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ദർ ആർ വാരിയസ് മെത്തേഡ്സ് ആർ അവൈലബിൾ. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ ഇൻ്റർവ്യൂ or direct personal investigation method. Okay, personal interview or a direct personal investigation method. And the second one is mailing or questionnaire survey. Okay, mailing is considered as a primary data. The telephone interview, it's also considered as a primary data. Okay, direct ആയിട്ട് തന്നെ നമുക്ക് ഫ്രഷ് ആൻഡ് ഡാറ്റ കിട്ടുകയാണ് മെയിലിംഗ് ടെലിഫോൺ വഴിയൊക്കെ. ദെൻ ഇൻഡയറക്റ്റ് വെർബൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിരിക്കാം, പക്ഷേ എന്താണ്? വെർബലി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ദെൻ ഇൻഫർമേഷൻ ഫ്രം ലോക്കൽ സോഴ്സസ്. ഓക്കെ, ദർ ആർ വാരിയസ് ഇൻഫർമേഷൻസ് ഗെറ്റിംഗ് ഫ്രം ലോക്കൽ സോഴ്സസ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രൈമറി ഡാറ്റ. ദെൻ എന്യൂമറേറ്റർ മെത്തേഡ്. ഓക്കെ, ദീസ് ആർ ദ വാരിയസ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ഇൻക്ലൂഡഡ് ഇൻ പ്രൈമറി. ഓക്കെ, പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള മെയിലിംഗ്, ടെലിഫോൺ, പേഴ്സണൽ ഇൻ്റർവ്യൂ, എന്യൂമറേറ്റർ മെത്തേഡൊക്കെ. സോ പ്രൈമറി ഡാറ്റ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ ആണെങ്കിൽ സെക്കൻഡറി ഡാറ്റ എന്തായിരിക്കും? സെക്കൻഡറി ഡാറ്റ റിഫേഴ്സ് ടു
a collection of data by some agencies. Actually, it is collected by some agencies which already collected the data and processed. Thus, the collected is called secondary data. Okay, it's a second-hand information. Already it is collected by some agencies and they published this one. So, it is known as a secondary data. Okay. അതായത് നമ്മുടെ ന്യൂസ് പേപ്പർ ഓൾറെഡി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചതിന് ശേഷം അത് പബ്ലിഷ് ചെയ്യാണ്. സോ ഇറ്റ്സ് കൺസിഡർ ആസ് എ സെക്കൻഡറി ഡാറ്റ. ജേർണൽസ്, മാഗസിൻസ്, ഇതൊക്കെ എന്താണ്, വെബ്സൈറ്റ്, ഇതൊക്കെ എന്താണ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. അതിനുശേഷം ഫർദർ പ്രോസസ്സിങ്ങിന് ശേഷം അത് പബ്ലിഷ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ സെക്കൻഡ് ഹാൻഡ് ഡാറ്റ. ഓക്കെ, സോ ദീസ് ടൈപ്പ് ഓഫ് ഡാറ്റ ഈസ് നോൺ ആസ് സെക്കൻഡറി ഡാറ്റ. വാട്ട് ആർ ദ കോമൺ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ? പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള മെയിനായിട്ട് ഡിഫറൻസസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇറ്റ്സ് മീനിങ്, അതിൻ്റെ മീനിങ് തന്നെയാണ്. പ്രൈമറി ഡാറ്റ ആയിട്ട് റെഫേഴ്സ് ടു ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ ഗാദർഡ് ബൈ ദ റിസർച്ചർ ഹിംസെൽഫ്. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗാദർഡ് ബൈ ദ റിസർച്ചർ ഹിംസെൽഫ് ഫ്രം ദ സോഴ്സ് ഓഫ് ഒറിജിൻ. ഓക്കെ, ഏത് സോഴ്സിൽ നിന്നാണോ ഡാറ്റ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നതാണ് എന്ത് പ്രൈമറി ഡാറ്റ. എന്നാൽ സെക്കൻഡറി ഡാറ്റ, ഇറ്റ് മീൻസ് ഡാറ്റ കളക്റ്റഡ് ബൈ സംവൺ എൽസ് ഏർലിയർ. ഓൾറെഡി ആരും ഏർലിയർലി കണ്ടുപിടിച്ചിട്ടുള്ള ഡാറ്റയാണ് എന്ത് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, ദെൻ ഡാറ്റ സെക്കൻഡ് ബേസിസ് ഓഫ് കമ്പാരിസൺ ഈസ് ഡാറ്റ. ഇറ്റ്സ് എ റിയൽ ടൈം ഡാറ്റയാണ്. എന്നാൽ സെക്കൻഡ് ഹാൻഡ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് ഡാറ്റയാണ്. ഓക്കെ, ദെൻ പ്രോസസ്സ്. ഇവിടെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇൻവോൾവ്മെൻറ്റ് ഈസ് വെരി എസെൻഷ്യൽ. ഇവിടെ വെരി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കാം. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ക്വിക്ക് ആൻഡ് ഈസി, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്, ഈസി ആയിട്ട് നമുക്കത് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോഴ്സസ്. സോ ഇതിൻ്റെ മെയിനായിട്ട് പ്രൈമറി ഡാറ്റയുടെ സോഴ്സസ് എന്ന് പറയുന്നത് സർവേസ് ആകാം, ഒബ്സർവേഷൻ ആകാം, എക്സ്പെരിമെൻറ്റ്സ് ആകാം, ക്വസ്റ്റനെയർ ആകാം, പേഴ്സണൽ ഇൻ്റർവ്യൂ ആകാം. ഓക്കെ, ദെൻ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളതായിരിക്കാം, വെബ്സൈറ്റ്സ് ആയിരിക്കാം, ബുക്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ്, ഇതൊക്കെ സെക്കൻഡറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. ദെൻ കോസ്റ്റ്. എങ്ങനെയാണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്? പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് ഹ്യൂജ് എക്സ്പെൻസീവാണ്. ഓക്കെ, ടൈം കൺസ്യൂമിങ്ങുമാണ്. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി ഡാറ്റ ഇറ്റ് ഈസ് എക്കണോമിക്കൽ. ഇതൊന്നും കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് അല്ല. ഓൾറെഡി പബ്ലിഷ് ചെയ്ത ഡാറ്റ നമുക്ക് കോസ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ കളക്ഷൻ ടൈം. കളക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്, ലോങ് ടൈം നീഡഡ് ആണ്, ഇതിന് ഷോർട്ട് ടൈം നീഡഡ് ആണ്. ദെൻ ഇത് സ്പെസിഫിക്. എന്താണ് കൂടുതൽ സ്പെസിഫിക് കൊടുത്തിട്ടുള്ളത്? Always specific to the researcher needs. Okay, here they focusing on the researcher needs, but may or may not be specific to the researcher needs. Or secondary data le researcher needs may or may not be find, but in case of a primary data we can found the researcher needs. Okay, then accuracy, which is more accurate. Direct data collect ചെയ്യുന്നതല്ലേ more accurate. Okay, comparatively secondary data സംബന്ധിച്ചിടത്തോളം നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്ന പ്രൈമറി ഡാറ്റ ആയിരിക്കും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ളത്. ഗോട്ട് ഇറ്റ്? ദെൻ വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ? ഓക്കെ, പ്രൈമറി ഡാറ്റയുടെ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സസ് എന്ന് പറയുന്നത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞില്ല. പബ്ലിഷ്ഡ് സോഴ്സസ് ഉണ്ടായിരിക്കും, അൺപബ്ലിഷ്ഡ് സോഴ്സസ് ഉണ്ടായിരിക്കും. സോ പബ്ലിഷ്ഡ് സോഴ്സസ് മീൻസ് ഓൾറെഡി പബ്ലിഷ്ഡ് ബൈ any person, that means government publication agam, semi government publication, reports of committees and commissions, publication of research institution, international publications. Okay, already publish ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ് the published sources ന് example. Okay, then next category is unpublished sources. So unpublished sources means these data are collected by the government organization and others, generally for their self use or office records. അവരുടെ സെൽഫ് യൂസിന് അല്ലെങ്കിൽ ഓഫീസ് റെക്കോർഡ്സിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അൺപബ്ലിഷ്ഡ് ഡാറ്റ. പബ്ലിഷ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ബട്ട് അൺപബ്ലിഷ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കാം. അത് എല്ലാവരിലേക്കും എത്തണം എന്ന് നിർബന്ധമില്ല. ഗോട്ട് ഇറ്റ്? Then, in order to assess the reliability, suitability and adequacy of the data, the following points must be kept in mind.
ഓക്കെ, ഡാറ്റയുടെ റിലയബിലിറ്റിയും അതുപോലെ എന്തൊക്കെയാണ് റിലയബിൾ ആകണമെങ്കിൽ, സ്യൂട്ടബിൾ ആകണമെങ്കിൽ, ആഡിക്വേറ്റ് ആകണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഏതൊക്കെ കാര്യങ്ങളാണ്? എബിലിറ്റി ഓഫ് ദ കളക്ടിങ് ഓർഗനൈസേഷൻ. ഓക്കെ, വിച്ച് ഓർഗനൈസേഷൻ ഈസ് കളക്ടിങ് ദീസ് കൈൻഡ് ഓഫ് ഡാറ്റ. Then the second point is their objective and scope. Okay, and third one is method of collection. Which method is most suitable for collecting this data is essential one. And the time and also the condition of organization. And the last one is accuracy. These are the various points we must consider before making a reliable, suitable and adequate data collection. Okay. Then we are going through various statistical method of data collection. Okay, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ. Okay, the first one is direct personal investigation. A name says that what is its meaning. Direct personal investigation, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാണ്. It is a method by which data are personally collected by the investigator from the information. Okay, ഡയറക്റ്റായിട്ട് പേഴ്സണലായിട്ട് ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ചെയ്യുന്നതാണ് എന്ത്? ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. സോ അതുകൊണ്ടുള്ള മെറിറ്റ്സ് എന്താണ്? ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കും, റിലയബിലിറ്റി, യൂണിഫോമിറ്റി ആൻഡ് ആക്യുറസി. ഓക്കെ, ബട്ട് വാട്ട് ആർ ദ ഡിമെറിറ്റ്സ്? ഡിഫിക്കൽട്ട് ടു കവർ വൈഡ് ഏരിയാസ്. ഓക്കെ, ഒരു വൈഡ് ഏരിയ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദെൻ കോസ്റ്റ്ലി ആണ്. പേഴ്സണൽ ബയാസ്. ഓക്കെ, it is influenced by the person who investigate the problem or data. ആരാണോ ആ പ്രോബ്ലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇത് എങ്ങനെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ദെൻ ലിമിറ്റഡ് കവറേജ്. ഓക്കെ, വൈഡ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല. ഒരു ലിമിറ്റഡ് കവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നു. ഏത് മെത്തേഡിൻ്റെ? ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിൻ്റെ. ഗോട്ട് ഇറ്റ്? ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻഡയറക്റ്റ് ആണ്. അതെങ്ങനെയാണ്? ഓറലി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. റിട്ടൺ അല്ല, ഓറൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ജസ്റ്റ് ആസ്ക് ചെയ്യണേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് എ മെത്തേഡ് by which information is obtained not from the persons regarding whom the information is needed. Okay, actually it's not collected from actual person. Actual original എന്നല്ല അത് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കളക്റ്റഡ് ഓറലി ഫ്രം അതർ പേഴ്സൺ. മറ്റുള്ള ആളുകളിൽ നിന്നും ഓറലി നമ്മൾ കളക്ട് ചെയ്യാണ്. ഹു ആർ എക്സ്പെക്റ്റഡ് ടു പൊസസ് ദ നെസസറി ഇൻഫർമേഷൻ. ഓക്കെ, ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ട ആളുകളിൽ നിന്നല്ല കളക്ട് ചെയ്യുന്നത്, അതർ പേഴ്സൺസിൻ്റെ നിന്നും നമ്മൾ ഓറലി കളക്ട് ചെയ്യുന്നതാണ് എന്ത്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. സോ അതുകൊണ്ടുള്ള ഗുണം എന്താ? വൈഡായിട്ട് നമുക്ക് കവറേജ് ചെയ്യാൻ സാധിക്കും. ഒരു സർട്ടൻ പേഴ്സൻ്റെ നിന്ന് ആസ്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മളങ്ങനെ പോയിട്ട് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് കിട്ടും. സിമ്പിളാണ്, എക്സ്പെൻസീവ് കുറവാണ്, ലെസ് എക്സ്പെൻസീവാണ്, ഫ്രീ ഫ്രം ബയാസ്. കൂടുതൽ നമ്മുടെ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇതിലുണ്ടായിരിക്കില്ല. ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നതാണ്? ആക്യുറസി കുറവായിരിക്കും. കാരണം വി ആർ നോട്ട് അപ്രോച്ചിങ് adequate person. Okay, so it's less accurate and doubtful conclusion. Okay, the result may be doubtful one, and also there may be a chance of biased. Okay, biasness വരാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ്റെ കേസിൽ. ഗോട്ട് ഇറ്റ്? ആൻഡ് ദ തേർഡ് വൺ ഈസ് information from local sources or correspondence. Maybe they collect information from local sources. Local sources means panchayat, municipality, അങ്ങനെയുള്ള ലോക്കൽ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ under this method the investigator appoint a local person at different places. അപ്പോൾ ഞാനാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ എങ്കിൽ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് ലൊക്കാലിറ്റിയിൽ ഒരു സർട്ടൻ പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ഇൻഫർമേഷൻ ഫ്രം ലോക്കൽ സോഴ്സസ് ഓർ ത്രൂ കറസ്പോണ്ടൻസ് എന്ന് പറയും. അതുകൊണ്ടുള്ള മെറിറ്റ്സ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ, ദാറ്റ് മീൻസ് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ നമുക്ക് വൈഡ് കവറേജ് പോസിബിളാണ്. കണ്ടിന്യൂറ്റി, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, അതായത് കണ്ടിന്യൂസ് ആയിരിക്കും, എവിടെയും സ്റ്റക്ക് ചെയ്ത് നിൽക്കില്ല. ദെൻ ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ സ്പെഷ്യൽ പർപ്പസിന് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. But its demerits is loss of originality. There may be decrease the originality of the data, then lack of uniformity. Okay, then personal bias, there may be a chance of personal bias. Then the data is less accurate. Okay, and there may be a chance of delay in data collection.
ഡാറ്റ കളക്ട് ചെയ്യുന്നതിൽ എന്ത് വരാം, ഡിലേ സംഭവിക്കാം. കാരണം ഒരു കറസ്പോണ്ടൻസ് വഴിയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? Then another method is information through questionnaire and schedules. Okay, നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യനെയർ നമുക്ക് ഫെമിലിയർ ആണ്. ക്വസ്റ്റ്യനെയർ വഴിയോ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് വഴിയോ ആണ്. ഓക്കെ, ദർ ആർ 2 way of collecting information on the basis of questionnaire. ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ കളക്ട് ചെയ്യാം. ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഫോമിലാക്കിയിട്ട് നമ്മൾ ഇൻഫോർമെൻറ്റ്സ് ആരാണോ പെർട്ടിക്കുലർ പേഴ്സൺസ് അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവർ തന്നെ അത് ഫില്ല് ചെയ്ത് തരുന്നതാണ് എന്ത്, ക്വസ്റ്റ്യനെയർ. ബട്ട് എന്താണ് ഷെഡ്യൂൾ? ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ മെയിൻലി ഇത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൊക്കെ ആകുമ്പോൾ അവർക്കത് ഫില്ല് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ക്വസ്റ്റ്യനെയർ ആരാണോ കളക്ട് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റർ എന്നെ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്തിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഇൻവെസ്റ്റിഗേറ്റർ എന്നെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഷെഡ്യൂൾ എന്ന് പറയും. ഓക്കെ, so there are 2 ways of collecting information on the basis of questionnaire. 2 രീതിയിൽ questionnaire കളക്ട് ചെയ്യാം. First one is mailing method. Under this method, questionnaire is mailed to the informants. This method is most suitable when the area of study is very wide. The informants are educated. നമ്മുടെ ഇൻഫോർമൻസ് വളരെ ഇൻഫോർമൻസ് എന്ന് പറയുമ്പോൾ ഹൂ പ്രൊവൈഡ് ദ ഡാറ്റ, ആരാണ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണ് ഇൻഫോർമൻസ്. ഇൻഫോർമൻസ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, അതുപോലെ നമുക്ക് കവർ ചെയ്യാൻ വൈഡ് ഏരിയ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാം, മെയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ ആ ഏരിയയിലേക്കൊക്കെ ജസ്റ്റ് ഇത് പോസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. സോ അവരത് കളക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, റീസെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള മെത്തേഡ് അല്ലേ. ദെൻ എന്യൂമറേറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോൾ, അണ്ടർ ദിസ് മെത്തേഡ് ദ എന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് fill the schedule after seeking information from the informants. ഇൻഫോർമൻസിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഡാറ്റ ചോദിച്ച് മനസ്സിലാക്കി ആരെന്നെ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്, ഹിംസെൽഫ്. എന്യൂമറേറ്റർ എന്നെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്, എന്യൂമറേറ്റേഴ്സ് മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷെഡ്യൂള്. ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ്ലി യൂസ്. ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഫീൽഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് വെരി ലാർജ്. ഓക്കെ, ഫീൽഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ലാർജ് ആയിരിക്കുമ്പോൾ നമ്മളിത് യൂസ് ചെയ്യാം. Then the investigation needs specialized and skilled investigation. ആ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനാലിറ്റി വേണം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ വളരെ സ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആണ്. Then investors are well versed in the local language and cultural norms of the informants. ഓക്കെ, നമ്മുടെ കൾച്ചറൽ അതുപോലെ നോംസ് അതുപോലെ ലോക്കൽ ലാംഗ്വേജിനെ കുറിച്ച് കൂടുതൽ ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എന്യൂമറേറ്റർ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് പുറമേ നമുക്ക് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാം, പബ്ലിഷ്ഡ് സോഴ്സസ് യൂസ് ചെയ്യാം, അൺപബ്ലിഷ്ഡ് സോഴ്സസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് വാരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ ഡാറ്റ കളക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്.